പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്നത് ബ്ലഡ് രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലിന്റെ ഭിത്തിക്ക് ഉണ്ടാകുന്ന ടെൻഷൻ ഓർ സമ്മർദ്ദമാണ്. ഇത് അമിതമാകുന്നതിനെയാണ് അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷനും മെന്റൽ ടെൻഷനും അഥവാ മനസ്സിന്റെ ടെൻഷൻ, അതായത് മാനസിക പിരിമുറുക്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ബ്ലഡ് പ്രഷർ കൂടുന്നതും മാനസിക പിരിമുറുക്കവും ടെൻഷൻ, ആങ്സൈറ്റി തുടങ്ങിയവയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്ട്രെസ് കൂടിയാൽ പ്രഷർ കൂടും എന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്നത്? എന്തുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ പ്രഷർ കൂടുന്നതും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും സാധ്യത കൂടുന്നതും? അമിത രക്തസമ്മർദ്ദത്തിനായി മരുന്ന് കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പ്രഷറിനായി 1 അല്ല 3, 4, 5 മരുന്നുകൾ ദിവസവും 2, 3 നേരം കഴിച്ചിട്ടും പ്രഷർ നിയന്ത്രിക്കാനാവാത്തവരുടെ എണ്ണവും കൂടുകയാണ്. എന്താണ് ഇതിന് കാരണം? ബ്ലഡ് പ്രഷർ കൂടാൻ കാരണം മരുന്നിന്റെ കുറവാണോ? അല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ചു നിർത്താനായി ചെറുപ്രായത്തിലെ തന്നെ മരുന്ന് കഴിച്ചു തുടങ്ങി ജീവിതകാലം മുഴുവൻ മരുന്ന് തുടരേണ്ടി വരികയും അകാലത്തിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കാഴ്ചക്കുറവും വൃക്കത്തകരാറും മറ്റാരോഗ്യ പ്രശ്നങ്ങളും മൂലം ആരോഗ്യം നശിക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്നവരുടെ എണ്ണവും കൂടുന്നു. മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്നതിനാൽ മരുന്ന് കഴിക്കാതെ അമിത രക്തസമ്മർദ്ദവുമായി നടക്കുന്നവരും ധാരാളമാണ്. ഇംഗ്ലീഷ് മരുന്നുകൾ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും എന്ന് പേടിച്ച് ആയുർവേദവും ഹോമിയോപ്പതിയും അക്യുപഞ്ചറും പോലുള്ള വൈദ്യശാസ്ത്ര ശാഖകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടുന്നു. ബ്ലഡ് പ്രഷർ കൂടിയാൽ എന്താണ് കുഴപ്പം? അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്? എന്താണ് ബ്ലഡ് പ്രഷർ കൂടാൻ കാരണം? മരുന്ന് കഴിക്കാതെ പ്രഷർ നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനായി കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവയുടെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ രോഗികൾക്കുണ്ടായാൽ മാത്രമേ പ്രഷർ കൂടുന്നതിനാൽ ഉണ്ടാകാവുന്ന ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വൃക്കത്തകരാറും ഒക്കെ തടയാനാവും. ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ ഏകദേശം നമ്മളുടെ പോപ്പുലേഷനിലെ 33% പേർക്ക്, അതായത് 1/3 ഓഫ് ദ പോപ്പുലേഷൻ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരാണെന്നാണ്. അതുപോലെ ഏകദേശം 50% പേര് മാത്രമേ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നുള്ളൂ. അതായത് 50% ഡയഗ്നോസ്ഡ് അല്ല. മരണങ്ങൾ നടക്കുന്നതിൽ 19% മരണങ്ങൾക്കും കാരണം പ്രഷറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബ്ലഡ് പ്രഷറിന്റെ നിയന്ത്രണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്തക്കുഴലുകളെ കുറിച്ചാണല്ലോ. രക്തക്കുഴലുകളിൽ കൂടെ രക്തം ഒഴുകുമ്പോൾ അതിൽ തന്നെ ആർട്ടറി ഉണ്ട്, വെയിനും ഉണ്ട്. അതിലെ ആർട്ടറി, അതായത് ശുദ്ധരക്തം കൊണ്ടുപോകുന്നതിലൂടെ ഒഴുകുന്ന ബ്ലഡിന്റെ പ്രഷറാണ് നമ്മൾ ഈ പറയുന്നത്. അശുദ്ധരക്തം തിരിച്ചു കൊണ്ടുപോകുന്നത്, അവിടെ പമ്പൊന്നും ഇല്ലല്ലോ, നമ്മുടെ കാലം തിരിച്ചു കയറി മുകളിലേക്ക് വരികയാണല്ലോ. അപ്പൊ അതിനകത്ത് ഈ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന വെയിനുകളിലെ പ്രഷർ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അവിടെയും പ്രഷർ കൂടാം. അവിടെ പ്രഷർ കൂടുന്ന പ്രത്യേകിച്ച് നമ്മുടെ കാലിലെയൊക്കെ വീനസ് പ്രഷറും കൂടാം. അത് പ്രധാനമായിട്ടും ഈ അമിതവണ്ണമുള്ളവരും കുടവയറുള്ളവർക്കും ഒക്കെ കാലുവേദനയും കാല് നീരൊക്കെ വരുമല്ലോ. അതിന്റെ ഒരു കാരണം ഈ
വീനസ് പ്രഷർ കൂടുന്നതാണ്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻസ്, ഈ കാലിലൊക്കെ ഞരമ്പ് ചുരുണ്ടുകൂടി തടിച്ചു വരുന്നത്, അതൊക്കെ പ്രഷർ കൂടുന്ന, വീനസ് പ്രഷർ കൂടുന്നതായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ജനറലി പറയുമ്പോൾ പ്രഷറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആർട്ടറിയൽ ഹൈപ്പർ ടെൻഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഇപ്പൊ നമ്മൾ ആർട്ടറി ഹൈപ്പർ ടെൻഷന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലക്ഷണം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മളത് ലക്ഷണമായിട്ട് കാണുള്ളൂ. ഇപ്പൊ ചിലര് പറയും എനിക്ക് തലവേദന വന്നു, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഗിഡിനെസ് വന്നു, അന്നേരം നോക്കും പ്രഷർ കൂടുതലാണെന്ന്. അതായത് പ്രഷറിന്റെ ഒരു സിംറ്റം ആയിട്ട് എല്ലാവരും പറയും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ആ രോഗം വരുമ്പോൾ, എന്ത് രോഗവും അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ BP കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ BP നോക്കേണ്ടത് എപ്പോഴും ഒരു റെസ്റ്റിംഗ് ഫേസിലെ BP ആണ്. പിന്നെ എന്തെങ്കിലും ഇത് ചെയ്യുമ്പോഴേക്കും ഷൂട്ടപ്പ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം. അത് വേറൊരു ആസ്പെക്ട്. പക്ഷെ യൂഷ്വലി ഉള്ള തലവേദന ചെറിയ ഇപ്പം 140/90 അല്ലെ 130/90 ഇതൊക്കെ നമ്മൾ പ്രഷർ, തലവേദനയോ വയറുവേദനയൊക്കെ ഉള്ളപ്പോൾ നോക്കുമ്പോൾ കണ്ടാൽ അതൊന്നും പ്രഷർ കൊണ്ട് വരുന്ന തലവേദനയല്ല. പ്രഷർ കൊണ്ട് തലവേദന വരുന്ന വെരി ഹൈ BP പോകുമ്പോഴാണ് ശരിക്കും ഒരു ഹൈപ്പർടെൻസീവ് എമർജൻസി എന്ന് പറയും. 180, 120, 200, 120 ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ച് വേറെ പ്രശ്നം ഇല്ലാതിരുന്ന, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ലേഡീസിനൊക്കെ അത്രയും പ്രഷറൊക്കെ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് തലവേദന, ഇങ്ങനെ എപ്പിലെപ്സി പോലെയൊക്കെ വരാം. അത് വേറൊരു കണ്ടീഷനാണ്. യൂഷ്വലി പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മൾ പ്രഷറിനെ കുറിച്ച് നോക്കുമ്പോൾ എന്ത് ടൈപ്പ് ആണെന്നുള്ളതാണ്. സാധാരണ 2 ടൈപ്പായിട്ടാണ് നമ്മൾ പ്രഷറിനെ പറയുന്നത്, പ്രൈമറിയും സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നതാണ് ഏകദേശം 90-95%. അത് ശരിക്കും ജീവിതശൈലിയായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അതായത് സോഡിയം കൂടുതൽ വരിക, നമ്മുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പടിയുക, അല്ലെ ബ്ലഡ് വെസൽസിൽ കൂടുതൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുക, പിന്നെ സ്മോക്കിങ്, ആൽക്കഹോള്, കഫീന്, പിന്നെ ചിലതരം ഫുഡ്, നമ്മൾ കാപ്പിയൊക്കെ കൂടുതൽ കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ കൂടാം. അതിനെയാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും ശരിക്കും ജീവിതശൈലി രോഗത്തിൽ തന്നെയാണ് പെടുന്നത്. പക്ഷെ അവിടെ ഓൾറെഡി ഏതെങ്കിലും എൻഡ് ഓർഗൻ ഡാമേജ് വന്നിട്ടുണ്ടാവും. കിഡ്നിയിലൊക്കെയാണ് കിഡ്നി ഫെയിലിയർ, CKD, ക്രോണിക് റീനൽ ഫെയിലിയർ, അല്ലെ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് വെസൽസിന് ചുരുങ്ങുക, അല്ലെങ്കിൽ അവിടെ ആത്രോസ്ക്ലെറോട്ടിക് പ്ലാക്ക് വരിക, പിന്നെ ചില എൻഡോക്രൈൻ, ചില ഹോർമോണൽ വേരിയേഷൻ, ഹൈപ്പർ തൈറോയിഡിസം, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഹോർമോൺസ് കൂടുന്ന ഒരു കുഷിങ് സിൻഡ്രോം, ഫിയോക്രോമോസൈറ്റോമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതൊക്കെ അഡ്രിനൽ, ഓരോന്നിന്റെയും പേര് വരുന്നത് ഏത് ഹോർമോണാണ് കൂടുന്നതെന്നനുസരിച്ചാണ്. പിന്നെ ഈ ലേഡീസ് ഒക്കെ പ്രഗ്നൻസി പ്ലാനിങ്ങിന്, അതായത് ഗർഭനിരോധന മാർഗമായിട്ട് കഴിക്കുന്ന ഗുളികയുണ്ടല്ലോ, ഓസിപിൽസ് എന്ന് പറയുന്ന ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, അത് കഴിക്കുന്നതും ചിലപ്പം പ്രഷർ കൂടാൻ സാധ്യതയുണ്ടെന്നാണ്. നെക്സ്റ്റ്, ഈ പ്രഷറും നമ്മുടെ സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഷർ മിക്കവാറും ഉള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ബാച്ച് നമ്മൾ പറയുന്നവരായിരിക്കും. ടെൻഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് ഒക്കെ ഇവരിൽ കൂടുതലായിരിക്കും. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ കിടക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, സ്ട്രെസ് വരുമ്പോൾ നമുക്ക് പ്രഷർ കൂടും. അതുപോലെ തന്നെ പ്രഷർ ഉള്ളവരൊക്കെ മിക്കവാറും ദേഷ്യവും ഇറിറ്റബിലിറ്റി ഒക്കെ അവർക്ക് ഒത്തിരി കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ കൺട്രോൾ മെക്കാനിസത്തിൽ വന്നിരിക്കുന്ന കുഴപ്പം കൊണ്ടാണ് ഈ പ്രഷർ കൂടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ദേഷ്യം വരുന്നത്. അത് ഈ ഹോർമോൺസ് രണ്ടും തമ്മിൽ കണക്ട് ചെയ്താണ് ഇരിക്കുന്നത്. ഈ സ്ട്രെസ് ഹോർമോൺസ് കൂടുകയും അതും പ്രഷറുമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് രണ്ടും കണക്റ്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. ബേസിക്കലി ഇത് രണ്ടും ടുഗദർ ആയിരിക്കും പോകുന്നത്. സ്ട്രെസ് കൂടുമ്പോൾ പ്രഷറും കൂടും, പ്രഷർ കൂടിയാൽ വീണ്ടും നമുക്ക് സ്ട്രെസ്സും കൂടും. അതായിരിക്കും ഒരു സിറ്റുവേഷൻ. നെക്സ്റ്റ്, നമ്മൾ ഈ പ്രഷറിന്റെ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പ്രഷർ ഉണ്ടോ എന്നറിയാൻ നമുക്കറിയാം, BP നമ്മൾ നോക്കിയാൽ മതി. കണ്ടിന്യൂ നമുക്കിപ്പോ ഇന്നിപ്പോ വീട്ടിലിരുന്ന് തന്നെ BP നോക്കാൻ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഒരു പ്രാവശ്യം നോക്കിയിട്ടല്ല നമ്മൾ അറിയേണ്ടത്, റിപ്പീറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഒരു റെസ്റ്റിംഗ് സിറ്റുവേഷൻ ഇരുന്നുകൊണ്ടുള്ള BP ആണ് നമ്മൾ നോക്കേണ്ടത്.
പിന്നെ പിന്നെ ഉള്ളത് വൺസ് നമ്മൾ പ്രഷർ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉള്ളത് ഓർഗൻ ഡാമേജ് വന്നിട്ടുണ്ടോന്ന്, ഏതെങ്കിലും ഓർഗന്. ഇപ്പൊ നമ്മള് പ്രഷറിന്റെ ഒരു പ്രത്യേകത ഉണ്ടോന്ന് ചോദിച്ചാൽ രക്തക്കൊഴലുകൾ എല്ലായിടത്തൂടെയും പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ പ്രഷർ വരുമ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞ ചെറിയ രക്തക്കൊഴലുകളെ ആർട്ടറിയോൾസിലേക്കുള്ള സർക്കുലേഷൻ കുറയാന്നാണ് വരുന്നത്. ചെറിയ ചെറിയ രക്തക്കൊഴലുകളെ ആയിരിക്കും ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഷർ കൂടുതലുള്ളവർക്ക് കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനോപ്പതി വരും, കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ റീനൽ ഫെയിലിയർ വരും, ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതി എന്ന് പറയും. പിന്നെ ഹാർട്ടിനെ ബാധിക്കുന്നത് ഈ 3 ഓർഗനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുപോലെ നമ്മളുടെ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അതായത് കാലിലേക്കുള്ളൊക്കെ രക്തക്കൊഴലുകളെ ബാധിച്ച് അവിടെയൊക്കെ ഒരു അടവ് പോലെയും കൂടെ വരുവാരൊക്കെ രക്തക്കൊഴലുകൾ സ്റ്റിഫ് ആവുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഈ കൊഴുപ്പടിഞ്ഞുള്ള അടവുകളും ഉണ്ടാവും. അപ്പം അതുപോലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ട് വരുമ്പോഴേക്കും ഈ ഓർഗൻസ് ഡാമേജ് വന്നിട്ടുണ്ടാകും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, അങ്ങനെ ഓർഗൻ ഡാമേജ് വരുന്നുണ്ടോ എന്ന് അറിയാനും കൂടെയുള്ള ടെസ്റ്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഹാർട്ടിനെ കുറിച്ച് നോക്കാനായിട്ട് രക്തക്കൊഴലുകളുടെ തന്നെ ആരോഗ്യം അറിയാനായിട്ട് നമ്മൾ കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്, HDL, LDL അതൊക്കെ നോക്കാം. പിന്നെ CRP, HSCRP അതും കാർഡിയാക്കും അതുപോലെ ഹാർട്ടും രക്തക്കൊഴലുകളും ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഹാർട്ടിന്റെ കണ്ടിന്യൂവേഷൻ ആണ് രക്തക്കൊഴലുകൾ, പ്രത്യേകിച്ചും ആർട്ടറി. അതിന്റെ തിരിച്ചിട്ടുള്ള വരവാണ് വെയിൻസ് ആയിട്ട് വരുന്നത്, വീണ്ടും ഹാർട്ടിലേക്ക് തന്നെ വരുന്നത്. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ നമ്മളെ ഈ രക്തക്കൊഴലുകളുടെ ഒരു ആരോഗ്യമാണ് നമ്മൾ അസസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഹാർട്ടിന് തന്നെ ഡാമേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അറ്റാക്ക് പോലെ വരാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ അറിയാനായിട്ട് ഹാർട്ടിന്റെ മസിലിന്റെ ഒരു പുറത്തു വരുന്ന ഒരു കെമിക്കലുണ്ട്, ട്രോപ്പോണിൻ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ സാധാരണ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ അതാണ് നോക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്നറിയാം. ECG കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ടെസ്റ്റാണ് നോക്കുന്നത്. നെക്സ്റ്റ്, ഹാർട്ടിന് BP കൂടുതലുള്ളവരുടെ ഹാർട്ടിന്റെ മസിൽ കട്ടി കൂടി വരും. നമ്മൾ ജോലി കൂടുതൽ ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ മസിൽ സ്ട്രോങ് ആണല്ലോ. എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രഷർ പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ഹാർട്ടിന്റെ മസിലിന്റെ ഭിത്തിയുടെ കട്ടി കൂടി വരും. അതിനാണ് നമ്മളിപ്പം സ്കാനൊക്കെ നോക്കും, പ്രത്യേകിച്ചും എക്കോ നോക്കും, ഹാർട്ടിന്റെ സ്കാനിന് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുമല്ലോ. അത് നോക്കുമ്പോൾ BP ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എക്കോ കാർഡിയോഗ്രാഫിയിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി കാണിക്കുന്നുണ്ടോന്ന്. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രെസ് കൂടുതലാണെന്ന് കാണിക്കുന്ന. അപ്പൊ അതുകൊണ്ട് വരുന്ന കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി കൂടി വരികയാണെങ്കിൽ അങ്ങോട്ട് വരുന്ന ബ്ലഡ് വെസൽസിന്റെ കൂടുതൽ രക്തം വേണ്ടി വരില്ല. അപ്പൊ അവിടെ ബ്ലോക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. അതാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് അറ്റാക്ക് വരാൻ ഒരു ചാൻസ് കൂടാനുള്ള സാധ്യത. പിന്നെ രക്തക്കൊഴലുകൾക്ക് എത്ര ഡാമേജ് ഉണ്ടെന്ന് അറിയാൻ CIMT എന്ന് പറഞ്ഞ ടെസ്റ്റ് നോക്കാം. അതായത് അത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തക്കൊഴലുകൾ നമ്മൾ കഴുത്തെ കൂടെയാണല്ലോ പോകുന്നത്, നെക്കില്. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് അതിൽ എന്തോരം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിനാണ് CMT അല്ലെങ്കിൽ കരോട്ടിഡ് ഇന്റിമ മീഡിയ തിക്നെസ് എന്ന് പറയുന്നത്. അത് കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പതുക്കെ കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. പിന്നെ കിഡ്നി ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ, അതുപോലെ തന്നെ തൈറോയിഡ്. പലപ്പോഴും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ BP ഉള്ളവർക്ക് തൈറോയിഡ് ഹൈപ്പോ വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഓവറോൾ നമ്മളുടെ ഒരു ടെസ്റ്റുകൾ നോക്കി നമ്മളുടെ ജനറൽ ഹെൽത്ത് എന്താണെന്നും കൂടെ അറിയണം. പിന്നെ ഓർഗൻ വൈസ് എന്താണെന്നും കൂടെ അറിയണം. പിന്നെ കൂടുതൽ നമ്മൾ ബ്രെയിനിലേക്കൊക്കെ കൂടുതൽ നമ്മുടെ മെമ്മറി കുറവ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്കാനൊക്കെ ചെയ്ത് ബ്രെയിൻ ചുരുങ്ങുന്ന പോലെ, അതായത് ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ, ചെറിയ സ്ട്രോക്ക് പോലെയൊക്കെ വന്ന് ബ്രെയിൻ ചുരുങ്ങുന്ന ഒരു പ്രശ്നം കൂടെ വരാം ഈ ഇങ്ങനത്തെ ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന്. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് ഈ ഹൈപ്പർ ടെൻഷൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്താന്നുള്ളതാണ്. ബേസിക്കലി ഇതൊരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലിയിൽ എന്ത് തെറ്റുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിലിടയുന്ന കൊഴുപ്പിന്റെ അളവ്, അതായത് സെഡൻഡറി ലൈഫ് ഹാബിറ്റും അതുപോലെ അതായത് നമ്മൾ അധ്വാനം കുറവുള്ള ഇതും ഒപ്പം തന്നെ കൂടുതൽ ഭക്ഷണം, പ്രത്യേകിച്ച് കാലറി കൂടുതൽ, കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതലുള്ള ഫുഡും അതിനനുസരിച്ചുള്ള എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ കൊഴുപ്പിന്റെ അളവ് കൂടും. കൊഴുപ്പിന്റെ അളവ് കൂടുമ്പോൾ രക്തത്തിലുള്ള കൊഴുപ്പിന്റെ അളവ് കൂടും. അതാണ് നമ്മൾ ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടിയാന്ന് പറയുന്നത്. അത് നമ്മുടെ രക്തക്കൊഴലുകളിൽ തന്നെ അടിയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ രക്തക്കൊഴലുകൾ ചുരുങ്ങാൻ തുടങ്ങും.
അപ്പൊ അതിന്റെ കൂടെ അങ്ങനെ അവിടെ അഴിഞ്ഞു കഴിയുമ്പോൾ അതിന് നീർക്കെട്ട് പോലെ വന്ന് അവിടെ ചിലപ്പോൾ കാൽസ്യം ഒക്കെ അടിയാൻ തുടങ്ങും. അപ്പൊ രക്തക്കൊഴലുകൾ സ്റ്റിഫായി പോകും. അതാണ് ഈ ബി പി കൂടാനുള്ള കാരണം വരുന്നത്. ഇത് കൂടാതെ ചില ഹോർമോണൽ ചേഞ്ചസും കൂടെ വരും. ഈ ഫാറ്റ് കൂടുന്നതനുസരിച്ച് പല ഹോർമോൺ മെക്കാനിസംസും തെറ്റും. പലതരം ഹോർമോണുകളാണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതും ഒരു കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ മേത്തടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനകത്ത് omega-6 അത് ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നമ്മുടെ പ്രഷറൊക്കെ കൂട്ടാനുള്ള ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു എല്ലാത്തിനും മോർ അഗ്രസീവ് ആകാനുള്ള ഇതാണ്. അപ്പൊ അവിടെ ഒരു പ്രഷർ കൂട്ടാനുള്ള ഒരു ടെൻഡൻസി വരും. അതെല്ലാം ഇമ്മ്യൂണോളജി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ്. അവിടെ ഇൻഫ്ലമേഷൻ കൂടും, അതും പ്രഷർ കൂടാനുള്ള കാരണമാവും. പിന്നെ നമ്മൾ ഫുഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫുഡിലാണ് ഇപ്പൊ ഡയറ്റ്, നമ്മള് ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണവും എക്സസൈസും ടോക്സിൻസും, ഈ 3 ഘടകങ്ങളാണ് നമ്മളുടെ ജീവിതശൈലിയിൽ നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ന്യൂട്രീഷന്റെ കുറവാണ് ഒരു കാരണം. അതിൽ കുറവ് വരുന്ന ഏതാന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം സാധാരണ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ളതിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഫുഡൊക്കെ കൂടുതൽ റിഫൈൻഡ് ഫുഡ് ആകുമ്പോഴേക്കും പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്നു. അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്കും ഈ പൊട്ടാസ്യമാണ് നമ്മൾ കളയുന്നത്, ശരിക്കും പലപ്പോഴും പോകും. ഇപ്പം നമ്മൾ അരി കുക്ക് ചെയ്ത് നമ്മൾ അതിന്റെ കഞ്ഞി വെള്ളം കളഞ്ഞു കഴിയുമ്പോഴേക്കും അതിനകത്ത് പൊട്ടാസ്യം പോകും. അതുപോലെ എന്ത് സാധനവും നമ്മൾ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനകത്ത് പൊട്ടാസ്യം ലോസ് വരും. ഈവൻ ഫിഷും മീറ്റും ഒക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴേക്കും അതിന്റെ സൂസ് ഔട്ട് ചെയ്ത് പോകുന്നതിനകത്ത് പൊട്ടാസ്യം പോകും. അപ്പൊ അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൂടുതൽ റിഫൈൻഡ് ഫ്രൈസ് ഇപ്പൊ ഗോതമ്പിലാണെങ്കിലും ഉണ്ടാവും, പക്ഷെ മൈദയിലാകുമ്പോഴേക്കും അത് കുറവായിരിക്കും. അങ്ങനെ എല്ലാത്തിലും ആ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ്. പിന്നെ മാഗ്നീഷ്യത്തിന്റെ കുറവ്, പൊട്ടാസ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാഗ്നീഷ്യത്തിന്റെ കുറവാണ് വേറൊരു ഇത്. നമ്മൾ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഗ്രീൻ കളറിൽ എപ്പോഴും ഈ ക്ലോറോഫിൽ അതിനകത്ത് മാഗ്നീഷ്യം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നീഷ്യം കുറഞ്ഞു പോകും. പിന്നെ ഒമേഗ-3യും നമുക്ക് ജനറലി ഫുഡിൽ വളരെ കുറവ് മാത്രമുള്ളതാണ്. നമ്മൾ ചാള, സാൽമൺ അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ്, ഈ ഉഴുന്ന്, ഉലുവ, ഇതിലൊക്കെയാണ് കുറച്ചെങ്കിലും omega-3 ഉള്ളത്. പക്ഷെ അതൊക്കെ നമ്മൾ വളരെ കുറച്ചായിരിക്കും കഴിക്കുന്നത്. അതേസമയത്ത് പല സാധനവും കൂടി പോവുകയും ചെയ്യുന്നു. അപ്പൊ ഈ സോഡിയം പൊട്ടാസ്യം ശരിക്കും ഒരു ബാലൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സോഡിയത്തിന്റെ അളവ് കൂടുന്നതും ഒരു പ്രോബ്ലം ആകുന്നു. പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞും പോകും, സോഡിയത്തിന്റെ അളവ് കൂടിയും പോകും. നമ്മൾ കോമൺ സോൾട്ട് നമ്മൾ ഭക്ഷണത്തിൽ എല്ലാത്തിലും, നമ്മളിപ്പോ ഈ റെഡിമെയ്ഡ് ഫുഡിലൊക്കെയാണ് ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കരമായിട്ട് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ടാവും. അത് ഒന്ന് സോഡിയമായിട്ട് തന്നെ ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ചൈനീസ് സോൾട്ടും അതും സോഡിയം ഗ്ലൂട്ടമേറ്റ്, പിന്നെ പല പ്രിസർവേറ്റീവ്സും സോഡിയം സോൾട്ടായിട്ട് വരുന്നത്. ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും ഒത്തിരി സോഡിയത്തിന്റെ കണ്ടന്റ് കൂടിപ്പോകുന്നു. സോഡിയം കൂടുന്നത് പ്രഷർ കൂട്ടും. പിന്നെ omega-6 കൂടുന്നത്, omega-6 എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ്. omega-3 പോലെ omega-3യും omega-6ഉം പാരലായിട്ട് വർക്ക് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഫാറ്റാണ്. അതിൽ നമ്മളുടെ ഫുഡിൽ ഇപ്പൊ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ ഒത്തിരി കൂടുതൽ omega-6 ആയിരിക്കും. കാരണം നമ്മൾ ഈ കഴിക്കുന്ന വെജിറ്റബിൾ ഓയില്, നട്ട്സ്, ഓയിൽ സീഡ്സ്, ഇതിലെല്ലാം ഒത്തിരി കൂടുതൽ omega-6 ഉണ്ട്. ജനറലി ഇതിലൊന്നും omega-3 ഇല്ല. അപ്പൊ ഈ ശരിക്കും നമുക്ക് ഐഡിയലി നമ്മുടെ ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ omega-3-6 റേഷ്യോ 1:1 ആവേണ്ടതാണ്. അത് കൂടി അതിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ് omega-3-6 1:1 നിൽക്കേണ്ടതിന് വരും. അത് നമ്മൾ ഈ കശുവണ്ടിയും കപ്പലണ്ടിയും ബദാമും ഒക്കെ എടുത്ത് കഴിച്ചു കഴിയുമ്പോഴേക്കും അതങ്ങ് 1:30 1:40 പോകുന്നത്. ഇതും പ്രഷർ കൂടാനുള്ള കാരണമാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ പ്രഷർ കൂടിയതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ പ്രഷർ കൂടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ രക്തക്കൊഴലുകളിലേക്ക് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അതിന്റെ ഈ എൻഡോത്തീലിയം എന്ന് പറയാം, അതിന്റെ ഉള്ളിലെ ലൈനിങ്, അതിന് ഡാമേജ് വരും. അപ്പം അവിടെ കൂടുതൽ ഈ കൊഴുപ്പടിയാനും ആത്രോസ്ക്ലെറോസിസ് വരാനും സാധ്യത വരും. ഇങ്ങനെ ഉണ്ടാകുന്ന കൊഴുപ്പടിയെന്നും ആത്രോസ്ക്ലെറോസിസ് വരുന്നതാണ് നമ്മുടെ രക്തക്കൊഴലുകൾ അടഞ്ഞ് ഹാർട്ട് അറ്റാക്കിലേക്ക് കാരണമാകുന്നത്. അതുപോലെ നമ്മളുടെ ഹാർട്ടിന്റെ മസിലിന്റെ ഭിത്തി വളരുക, ഇതൊക്കെ കൂടെ വരുന്നതാണ്. പിന്നെ സ്ട്രോക്ക്, അതുപോലെ ബ്രെയിനിൽ, ഇപ്പം ഹാർട്ടിനെ ആണെങ്കിൽ ബാധിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. ബ്രെയിനിലെ രക്തക്കൊഴലുകളെ ബാധിക്കുന്ന ബ്രെയിൻ അറ്റാക്ക്, അതിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്, പക്ഷാഘാതം, സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതൊക്കെ ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും. അതായത് മേജർ അറ്റാക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. ചെറിയ രക്തക്കൊഴലുകളാണ് നമ്മളത് ഇഗ്നോർ ചെയ്യും. ചിലപ്പോൾ ഒരു തരിപ്പോ
ഒരു പരിപ്പ്, ഇപ്പൊ നെഞ്ചിനാണെങ്കിൽ തന്നെ നമ്മളൊരു ചെറിയ വേദനയൊന്നും വന്നാൽ നമ്മൾ അറ്റാക്ക് ആണോന്നൊന്നും, അതുപോലെ ഗ്യാസ് ആണെന്നൊക്കെ നമ്മൾ കരുതത്തല്ലേ ഉള്ളൂ. പെർസിസ്റ്റന്റ് ആയിട്ട് വന്നാലല്ലേ ഉള്ളൂ. അപ്പം ചില ചെറിയ ചെറിയ അറ്റാക്കുകൾ വന്ന് നമ്മൾ ഹാർട്ടിന്റെ ആണേലും അതുപോലെ ബ്രെയിനിന്റെ നമ്മൾ അറിയാതെ പോകുന്നു, സൈലന്റ് അറ്റാക്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഡെമൻഷ്യ, ഓർമ്മക്കുറവും, കുറച്ച് പ്രഷർ കൂടുതലുള്ളവർക്ക് പലപ്പോഴും കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ ആ ബുദ്ധിയും അല്ലെങ്കിൽ ആ കോഗ്നിറ്റീവ് മെമ്മറിയും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുപോലെ ഈവൻ അൽഷിമേഴ്സ് ഡിസീസ് അങ്ങനത്തേനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ വേറൊരു കിഡ്നിക്കാണ്. കിഡ്നി ഫെയിലിയർ, കിഡ്നി നെഫ്രോപ്പതി എന്ന് പറയുന്നത്. പ്രഷർ ഉള്ളവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കിഡ്നി ഫംഗ്ഷൻ നോക്കാനായിട്ട്. കിഡ്നി ഫംഗ്ഷൻ തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ക്രിയാറ്റിനൊക്കെ മാത്രമാണ് നോക്കുന്നത്. അതിൽ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് തന്നെ ശരിക്കും അബ്നോർമലാണ്. ശരിക്കും പലപ്പോഴും പല ലാബും 1.6 to 1.2 അല്ലെ 1.4 ഒക്കെ ആയിരിക്കും നോർമൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ GFR, അതായത് കിഡ്നി ഫംഗ്ഷൻ കുറെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ നോക്കേണ്ടത് GFR ആണ്. GFR നോക്കുമ്പോൾ 90 താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സീരിയസ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടുമ്പോഴും പലപ്പോഴും എല്ലാവരും യൂറിക് ആസിഡ് കൂടുന്നതിന് നേരെ യൂറിക് ആസിഡിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിച്ച് യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ് നോക്കുന്നത്. അത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ യൂറിക് ആസിഡ് ഒരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റില് പെട്ടതാണ്. കാരണം യൂറിക് ആസിഡ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയാണ് അത് പുറത്തേക്ക് കളയേണ്ടത്. അപ്പൊ കിഡ്നിക്ക് യൂറിക് ആസിഡ് ആവശ്യത്തിന് പുറത്തേക്ക് കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ യൂറിക് ആസിഡ് കൂടിയാൽ നമ്മൾ യൂറിക് ആസിഡ് കൂട്ടുന്ന ഫുഡ് കൺട്രോൾ ചെയ്യുക, കുറയ്ക്കുക. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ കിഡ്നിയുടെ പ്രശ്നമാണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അങ്ങനെ ഗൗട്ടി ആർത്രൈറ്റിസ് വരുന്നവർ മാത്രമാണ് ശരിക്കും ഈ യൂറിക് ആസിഡിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ട പാടുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് യൂറിക് ആസിഡ് കൂടുതലെന്നും പറഞ്ഞ് മരുന്ന് കഴിക്കാൻ പാടില്ല. കാരണം അത് കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ടാണ് അത് കിഡ്നിക്ക് കൂടുതൽ ദോഷമായിട്ട് വരുത്തുള്ളൂ. മരുന്നുകളെല്ലാം കിഡ്നിക്ക് സംബന്ധിച്ച് സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രഷറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്രഷർ എങ്ങനെയാണ് നമ്മുടെ ബോഡി പ്രഷറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് എന്നുള്ളത് അറിയണം. ബേസിക്കലി ബോഡിക്കകത്ത് നെർവ്സ് വഴിയുള്ള കൺട്രോളുണ്ട്, അതുപോലെ ഹോർമോൺസും ആണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ പല രീതിയിലാണ് പ്രഷർ വരുന്നത്. അപ്പൊ അതനുസരിച്ച് പ്രഷറിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് പല മെക്കാനിസംസ് വഴിയാണ്. അതിൽ നമ്മുടെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം എന്ന് പറയും. അതിൽ തന്നെ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഇതിന്റെ ഒരു ബാലൻസ്ഡ് ആക്ടിവിറ്റിയാണ് ഒന്നും നമ്മൾ പ്രഷറിന് വേണ്ടി വരുന്നത്. ഈ പലർക്കും പ്രായമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മരുന്നുകളൊക്കെ കഴിക്കുമ്പം ബാലൻസ് പോകുന്നതൊക്കെ പ്രോബ്ലം വരുമല്ലോ. അതൊക്കെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോപ്പതി പോലെ വരുമ്പോഴാണ് പ്രഷറിന് ഇങ്ങനെ ബാലൻസിങ് പ്രോബ്ലംസും തലയിറങ്ങുന്ന പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ഹോർമോണലാണ്. ഹോർമോൺസിൽ ബേസിക്കലി പലതരം ഹോർമോണുകൾ നമ്മളുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നുണ്ട്. അതിൽ ഒന്ന് ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺ തന്നെയുണ്ട്. അതിൽ വാസപ്രസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. പിന്നെ ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ANP എന്ന് പറയുന്നത്. പിന്നെ കിഡ്നിയിൽ നിന്നും ലിവറിൽ നിന്നും ലങ്സിൽ നിന്നുമായിട്ട് അവരൊരു കമ്പൈൻഡ് എഫേർട്ടാണ്. കിഡ്നിയും ലിവറും ലങ്സും എഡ്രിനൽ ഗ്ലാൻഡും കൂടെ, അത് നാലും കൂടി ഉള്ള ഒരു കൺട്രോൾ മെക്കാനിസം ഉണ്ട്. അതിന് റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ മെക്കാനിസം എന്നാണ് പറയുന്നത്. റെനിൻ ഉണ്ടാക്കുന്ന കിഡ്നിയിലാണ്, ആൻജിയോടെൻസിൻ ഉണ്ടാക്കുന്നത് ലിവറിലാണ്. പിന്നെ ലങ്സ് അതിനെ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റും. പിന്നെ അത് കിഡ്നിയിലാണ് ഇതിന്റെ എല്ലാം ഫൈനൽ ആക്ഷൻ വരുന്നത്. അതുപോലെ എഡ്രിനൽ ഗ്ലാൻഡിലും ഇത് തന്നെ ആക്ട് ചെയ്യും. ആൻജിയോടെൻസിൻ ലങ്സിലും ആക്ട് ചെയ്യും, കിഡ്നിയിലും ആക്ട് ചെയ്യും, എഡ്രിനൽ ഗ്ലാൻഡിലും ആക്ട് ചെയ്യും. ഇവരെല്ലാം കൂടിയൊരു കമ്പൈൻഡ് എഫേർട്ടിലാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ആൽഡോസ്റ്ററോൺ, അതുപോലെ സ്റ്റീറോയിഡ് ഹോർമോൺസ്, ഈവൻ പാൻക്രിയാസിൽ നിന്നുള്ള ഇൻസുലിൻ, അതിന് നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഓവർവെയിറ്റ് ആയിട്ടുള്ളവരുണ്ടല്ലോ, പ്രീ ഡയബറ്റീസിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലേ. അപ്പം ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റീസ് വന്നിട്ട് നമ്മളുടെ ഇൻസുലിൻ ഇഞ്ചക്ഷനോ അല്ല ചിലതരം മരുന്നുകളുണ്ട് ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഡയബറ്റീസ് ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും പ്രഷറും കൂടെ വരും.
അപ്പൊ ഇൻസുലിന്റെ അളവ് കൂടുന്നതും പ്രഷർ കൂടാനായിട്ടുള്ള കാരണമാവും. പിന്നെ ഉള്ളത് നമ്മൾ ഇത്രയും കാലമൊക്കെ കരുതിയിരുന്നത് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഒരു ഫാറ്റ് സ്റ്റോർ, നമ്മുടെ എനർജി സ്റ്റോർ എന്നാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് അമിതവണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ കുടവയറും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. ആഡിപ്പോസ് ടിഷ്യൂ, അതായത് നമ്മുടെ ഫാറ്റിൽ നിന്ന് പലതരം ഹോർമോൺസ് വരുന്നുണ്ടെന്നുള്ളതാണ്. അത് കൂടാതെ നമ്മുടെ ഈ ഒമേഗ 3യും 6 എന്ന് പറഞ്ഞ 2 ഫാറ്റ് ഉണ്ട്. ഫാറ്റിലെല്ലാം ഈ കൊഴുപ്പെന്ന് പറയുന്നതിനകത്ത് ഫാറ്റി ആസിഡ്സും ട്രൈഗ്ലിസറൈഡ് ആണ്. അത് ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സ് ആണ്. അതിൽ ഈ ഒമേഗ 3യും 6 എന്ന് പറയുന്ന ഫാറ്റാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊപ്പോർഷൻസ് തെറ്റുന്നതും നമ്മൾ പലതരം ഈ കെമിക്കൽസ്, അതായത് നമ്മുടെ ഇമ്മ്യൂണോളജി സംബന്ധമായിട്ടുള്ള IL, ഇന്റർലൂക്കിൻസ്, അങ്ങനെ പ്രോസ്റ്റാസൈക്ലിൻസ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ഇങ്ങനത്തെ ചില ഹോർമോൺസ് എല്ലാം വരും. അപ്പൊ ഈ ഇംബാലൻസും കൂടെയാണ് നമ്മളുടെ ഈ പ്രഷർ കൂടാനായിട്ടുള്ള കാരണം വരുന്നത്. പിന്നെ ഇത് കൂടാതെ ബ്ലഡ് വെസൽസിൽ തന്നെ ചില മെക്കാനിസംസ് ഉണ്ട് അതിനെ തന്നെ വികസിപ്പിക്കാനും ചുരുക്കാനും ഒക്കെ. അതിനാണ് നൈട്രിക് ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്. പിന്നെ എൻഡോത്തിലിൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ പ്രഷർ കൂടുമ്പോൾ നമ്മൾ ഈ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ, അതായത് രക്തക്കുഴലിന്റെ ഉള്ളിലുള്ള സെൽസ് ഉണ്ടല്ലോ, അതിന് വരുന്ന, അതായത് നമ്മൾ ഈ കൊഴുപ്പൊക്കെ അടിഞ്ഞ് ആത്രോസ്ക്ലീറോസിസ് ഒക്കെ വന്നിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അതിനകത്തുനിന്നുള്ള കെമിക്കലുകളും എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ കൊണ്ട് തന്നെ നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇതൊക്കെ കൂടാതെ നമ്മുടെ മേജർ രക്തക്കുഴലുകളിലും ചെറിയ രക്തക്കുഴലുകളിലും ബാരോ റിസപ്റ്റേഴ്സും കീമോ റിസപ്റ്റേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് അയോട്ട, ബ്രെയിനിലേക്ക് പോകുന്ന കരോട്ടിഡ് ആർട്ടറി ഉണ്ടല്ലോ, അതിനകത്തും ബ്രെയിനിലെ സർക്കുലേഷനിലേക്ക് പോകുന്നത്. ഇതിനകത്തൊക്കെ കുറെ ബാരോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതാ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഡയലറ്റേഷനെ ബേസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്ന. കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ, ഇപ്പൊ നമ്മുടെ ബ്ലഡിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അല്ലെ എത്ര ഓക്സിജൻ ഉണ്ട്, അല്ലെ എത്ര ഹൈഡ്രജൻ, അസിഡിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ സെൻസ് ചെയ്തിട്ട് അതനുസരിച്ച് ഹാർട്ടിന്റെ ബീറ്റും നമ്മുടെ ബ്രീത്തിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം. അതും നമ്മുടെ BP കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, നമ്മൾ എന്തൊക്കെ മരുന്നുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ലോങ് ടൈം സ്റ്റഡീസ് ഒക്കെ കാണിക്കുന്നത് BP ഒരു 160-100 മുകളിൽ, അതായത് മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ ഓർ സിവിയർ ഹൈപ്പർ ടെൻഷൻ, അതിന് ഡെഫിനറ്റ്ലി ട്രീറ്റ്മെന്റ് വേണം. അത് ഇംപ്രൂവ്സ് ലൈഫ് എക്സ്പെക്ടൻസി എന്നാണ്. പക്ഷെ മൈൽഡ് ഹൈപ്പർ ടെൻഷൻ 130-80, 130-90 ഇതിലൊക്കെ നമുക്കൊരു പ്രൂഫ് ഇല്ല. അതുകൊണ്ട് നമ്മളുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടും എന്നുള്ളതിനെ കുറിച്ച് അത്രയും ചെറിയ ഹൈപ്പർ ടെൻഷനൊക്കെ ട്രീറ്റ് ചെയ്ത് മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷറിന് നമ്മൾ ഡയറ്റും എക്സസൈസും കൊണ്ട് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഡയറ്റും എക്സസൈസും നോക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ വന്ന് പ്രഷർ കൂടുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ എടുക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരിൽ തന്നെ നമ്മളിപ്പം ജനറലി ആരും ലൈഫ് സ്റ്റൈല് കറക്റ്റ് ഒന്നും ചെയ്തല്ലല്ലോ, BPക്ക് ഗുളിക കഴിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഇത് വരുന്നത്. അപ്പൊ ഈ അങ്ങനത്തെ ഗുളിക കഴിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മോഡറേറ്റ് ഹൈപ്പർ ടെൻഷനിലുള്ളവർക്കാണ് അതുകൊണ്ടൊരു ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാനും ഒക്കെ ഉള്ള ബെനിഫിറ്റ് വരുന്നത്. മൈൽഡ് ഹൈപ്പർ ടെൻഷനായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് കാര്യമായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് നമുക്ക് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രഷറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പ്രഷർ ജീവിതശൈലി രോഗമാണ്, അതിനെ നമ്മൾ ജീവിതശൈലി വെച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഐഡിയല്. പക്ഷെ അതിന് മെനക്കെടാതെ പേഷ്യൻസ് വരുമ്പോഴാണ് നമ്മൾ പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്നത്. അപ്പം മരുന്നെന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ ആദ്യം മരുന്നിനെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് നമ്മൾ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതശൈലി വെച്ചിട്ടുള്ളത് പറയാം. ഇപ്പൊ മരുന്ന് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് മരുന്നിനെ കുറിച്ച് മനസ്സിലാവും. അപ്പൊ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ന്യൂറോളജിക്കലും ഉണ്ട്, അതുപോലെ നമ്മളുടെ ഹോർമോൺസുമാണ്. അപ്പൊ ഈ ഹോർമോൺസിന് അല്ലെ ന്യൂറോളജിക്കൽ കൺട്രോളിനെ ബ്ലോക്ക് ചെയ്യുവാണ് ഏത് മരുന്നാണേലും. ഇപ്പൊ പലതരം മരുന്നുകളുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡയൂറിറ്റിക്സാ, കൂടുതൽ മൂത്രം പുറത്തേക്ക് കളയുന്നത്. അപ്പൊ മൂത്രം കൂടുതൽ പുറത്തേക്ക് കളയുമ്പോൾ ജനറലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരം മരുന്നുകളൊക്കെ സോഡിയം കൂടുതൽ പുറത്തേക്ക് കളയുക, അതുപോലെ പൊട്ടാസ്യത്തിനെ
പിടിച്ചു നിർത്താനായിട്ട് നോക്കും. അതാണ് ജനറലി എല്ലാ മരുന്നുകളും ചെയ്യുന്നത്. കാരണം നമുക്ക് ബോഡിയിൽ പ്രഷർ, സോഡിയം കൂടുകയും പൊട്ടാസ്യം കുറയുകയും ചെയ്യുമ്പോഴാണല്ലോ പ്രഷർ കൂടുന്നതിന്റെ ഒരു മേജർ ഇത് വരുന്നത്. അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. കുറെ മരുന്ന് ആ ഗ്രൂപ്പിലുണ്ട്. പിന്നെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ രക്തക്കുഴലുകളിലും മസിലിനെ റിലാക്സ് ചെയ്യും. കാൽസ്യം ചാനൽസ് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ ഒക്കെ വരുന്നത്. അപ്പൊ ഈ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് രക്തക്കുഴലുകൾക്ക് മാത്രമല്ലല്ലോ മസിലുള്ളത്, അവിടെ മാത്രമല്ല കാൽസ്യം ചാനൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ മസിലിനും, ഹാർട്ടിന്റെ മസിലിനും സ്കെലറ്റൽ നമ്മുടെ പേശികൾക്കും ഒക്കെ വേണം. അപ്പൊ ആ ഇതിനെയും കൂടെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അതിൻ്റെതായ കുറച്ച് നമുക്ക് ക്ഷീണവും സൈഡ് എഫക്ട്സ് അതിനും വരാം. പലതരം മരുന്ന് എല്ലാത്തിനും തന്നെ സൈഡ് എഫക്ട്സും ഉണ്ട്. കാരണം ഇതെല്ലാം മെറ്റബോളിസത്തെ ബ്ലോക്ക് ചെയ്യുകയാണല്ലോ. പിന്നെ ഒരു മേജർ ഗ്രൂപ്പാണ് ബീറ്റ ബ്ലോക്കേഴ്സ്. അത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഹോർമോൺ ഉണ്ട്, മേജർ ഹോർമോണാണ്. അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അഡ്രിനൽ ഹോർമോൺ ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു പ്രോബ്ലം വരികയാണ്. നമ്മുടെ ബോഡി മോർ ആക്റ്റീവ് ആകേണ്ട വരുവാണ്. നമുക്കൊന്ന് ഓടേണ്ട വരികയാണ്, ഒരു പെട്ടിയിടിക്കാൻ വരികയാണ്, നമുക്ക് ഓടണം. പക്ഷെ നമുക്ക് ആ എനർജി ഉണ്ടാവില്ല. കാരണം അതൊക്കെ വരുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഈ ഹോർമോണാണ്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്ന് നമ്മൾ കഴിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ മരുന്ന് കഴിക്കുമ്പോൾ അതാണ് നമ്മുടെ റെസ്പോൺസുകൾ സ്ലോ ആയി പോകും. കാരണം പല രീതിയിൽ ഇതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാണ്. പ്രത്യേകിച്ച് ബീറ്റ ബ്ലോക്കേഴ്സിന്റെ ഉള്ള ഒരു പ്രോബ്ലം അതാണ്. അപ്പം നമ്മുടെ ആൾക്കാർ എല്ലാത്തിലും ഒന്നും സ്ലോ ആയി പോകും പലപ്പോഴും. ഇങ്ങനെ ക്രോണിക് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. വേറൊരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ആൽഡോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അത് പ്രഷർ കൂട്ടാണ്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യാണ്. അതാണ് സ്പൈറനോലാക്ടോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. പിന്നെ വാസോ ഡയലറ്റിസ്, രക്തക്കൊഴലുകളെ വികസിപ്പിക്കുന്നത്. അതാണ് നമ്മൾ നൈട്രോഗ്ലിസറിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതരം ഇതുണ്ട്. അത് കൂടുതലും നമ്മൾ അഞ്ചൈന, ഹാർട്ട് പ്രോബ്ലംസും കൂടെ ഉള്ളവർക്കാണ് ഈ മരുന്നുകൾ കൊടുക്കുന്നത്. പിന്നെ വേറൊരു ഗ്രൂപ്പാണ് റെനിൻ ആൻജിയോടെൻസിൻ ആൻഡ്ലോസ്റ്ററോൺസ് മെക്കാനിസത്തെ ബാധിക്കുന്ന RAS എന്ന് പറയുന്നതാണ്. അതിൽ തന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. AC ഇൻഹിബിറ്റേഴ്സ്, അതൊക്കെയാണ് ഇപ്പൊ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. AC ഇൻഹിബിറ്റേഴ്സ്, അത് റാമിപ്രിൽ, എല്ലാത്തിന്റെ അറ്റത്ത് പ്രിൽ എന്ന് വരുന്ന കുറെ ഗുളികൾ ഉണ്ടാവും. പിന്നെ ARBs, അതായത് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞുള്ളതാണ്. അതാണ് ഈ ലോസാർട്ടാൻ, സാർട്ടാൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അതിന്റെയൊക്കെ ഇടയിൽ സാർട്ടാൻ ആയിരിക്കും ബേസിക്കലി വരുന്നത്. പിന്നെ AT2RA, ആൻജിയോടെൻസിൻ ടൈപ്പ് 2 റിസപ്റ്റർ അഗണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സോ മെനി ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അതിൽ പലതിൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കും പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് ആണ്. ഒന്ന്, ഏറ്റവും പ്രധാനം ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കുറഞ്ഞു പോകുക എന്നുള്ളതാണ്. പിന്നെ മെഡിസിനോടുള്ള അലർജികൾ വരാം. ചിലപ്പോൾ ആദ്യം ഒന്നും കഴിക്കുമ്പോൾ ഉണ്ടാവില്ല, പിന്നെ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും അലർജി വരുന്നത്. അലർജി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായെന്നിരിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ സാധാരണ അലർജി എന്ന് പറയുമ്പോൾ ചൊറിഞ്ഞു കടിക്കുക എന്നൊക്കെ ആയിരിക്കുകയല്ലേ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുകയല്ല, വെറുതെ ഒരിടത്ത് ഒരു ഭാഗത്ത് മാത്രം ഒരു പാട് പോലെയൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനത്തെ ഒക്കെ അലർജികൾ വരാം. പിന്നെ പല BP മരുന്ന് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം, വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. പിന്നെ ഈ മരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള വരാം. പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ മരുന്ന് കഴിക്കുന്നവര്, ഒന്ന് പ്രഷറിന് വേണ്ടി തന്നെ 3-4 മരുന്ന് കഴിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. 3-4 അല്ല, ചിലപ്പോൾ അതിലും കൂടുതൽ കാണാറുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ ഡയബറ്റീസിനും ആർത്രൈറ്റിസിനും അങ്ങനെ മൾട്ടിപ്പിൾ മരുന്നുകളായിരിക്കും കഴിക്കുന്നത്. അപ്പൊ ഈ മരുന്നുകളെല്ലാം കൂടെ ഇന്ററാക്ട് ചെയ്യും. അതുകൊണ്ടുള്ളത് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ തന്നെ, ഡോക്ടേഴ്സിന് തന്നെ മനസ്സിലാവില്ല. കാരണം സോ മെനി മെഡിസിൻസ് അല്ലേ. അതിനെക്കുറിച്ചൊന്നും പല മരുന്നുകളൊന്നും വെച്ചിട്ടൊന്നും ആരും സ്റ്റഡി ചെയ്യുന്നില്ല. എപ്പോഴും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒക്കെ ആ ഒരു മരുന്ന് അതിനെയാണ് അവർ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആ മരുന്നും മറ്റേ മരുന്നും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്നൊന്നും ആരും സ്റ്റഡി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് അങ്ങനത്തെ ഇതൊക്കെ കുറച്ചൊക്കെ ഡ്രഗ് ഇന്ററാക്ഷൻ ഒക്കെ അവർ പറയുമെങ്കിലും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും കിട്ടിയല്ല. കാരണം വേറൊരെണ്ണം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ 10-15 മരുന്നുകൾ പലതും കഴിച്ചുകൊണ്ടിരിക്കുമ്പം അതൊന്നും പറയാൻ പറ്റില്ല.
പിന്നെ വേറൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ മരുന്ന് ഒരു മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പല തിരക്കിലൊക്കെ ആയിരിക്കും, 3 നേരം മരുന്ന് കഴിക്കണമെന്നല്ല 2 നേരം ഉണ്ടെങ്കിലും അത് നേരത്തെ കഴിക്കാതെ വരും. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ പെടുമ്പോൾ, അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. കാരണം ആ മരുന്നിന്റെ ആക്ഷന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചില മരുന്നുകൾ പെട്ടെന്ന് ബ്ലഡ് പ്രഷർ ഷൂട്ടപ്പ് ചെയ്യാം. അതിന്റെ കൂടെ നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനും കൂടെയാണ് നമ്മൾ മരുന്നും കൂടെ മിസ്സും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കാത്ത ഒരാളെക്കാളും കൂടുതൽ പ്രോബ്ലം ആയിരിക്കും കഴിക്കുന്നതാണ്. കാരണം കഴിക്കാത്ത ആൾ പിന്നെ എപ്പോഴും പ്രഷർ ഇങ്ങനെ നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കും. പക്ഷെ എപ്പോഴും പ്രഷർ താന്ന് നിൽക്കുകയും മരുന്ന് കഴിച്ച് പ്രഷർ കുറച്ച് നിർത്തിയിട്ട് പെട്ടെന്ന് മരുന്നില്ലാതെ വരിക, അതിൻ്റെ കൂടെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ വന്ന് മരുന്ന് പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് നമുക്കൊരു അറ്റാക്കൊക്കെ പോലെ, ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹെമറേജോ ബ്രെയിനിലെ സ്ട്രോക്കോ ഒക്കെ പോലെയുള്ള വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പിന്നെ ഈ മരുന്നുകളെല്ലാം നമുക്ക് കിഡ്നി അല്ലെങ്കിൽ തന്നെ കിഡ്നിക്കും ലിവറിനും ഒക്കെ പ്രോബ്ലം ഉണ്ടാവും. കാരണം മിക്കവാറും ഈ ഹൈപ്പർടെൻസീവ് പേഷ്യൻസിനൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവും, കിഡ്നിയിൽ GFR ഒക്കെ കുറവായിരിക്കും, മിക്കവാറും യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. കിഡ്നി ഓൾറെഡി എഫക്ട് ചെയ്ത് അല്ലെങ്കിൽ യൂറിനിൽ കൂടെ ആൽബുമിൻ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. മിക്കവാറും കിഡ്നി പേഷ്യൻസ് ഡയബറ്റിക്കും ആയിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ഒരു ഇഫക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഉള്ള ഈ കിഡ്നിയുടെ ഫങ്ഷൻ വീണ്ടും ഈ മരുന്നുകളെല്ലാം കൂടെ കിഡ്നിയും ലിവറിനെയും കൂടുതൽ ഡാമേജ് ചെയ്യാം. പിന്നെയുള്ള ഏറ്റവും വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, പ്രഷറിനുള്ളവർക്ക് നമുക്ക് ബ്ലഡ് തിന്നേഴ്സ്, ഹാർട്ട് പേഷ്യൻസിനെല്ലാം തന്നെ ഉണ്ടാവുമല്ലോ ബ്ലഡ് തിന്നേഴ്സ് കൊടുക്കുന്നൊരിതുണ്ടല്ലോ. അതായത് ഈ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിലൊക്കെ ഈ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് ബ്ലഡ് കട്ട പിടിച്ചതിൻ്റെ പേര് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് കഴിക്കുന്നത് നമ്മൾ ഈ പ്രഷർ കൂടുതലുള്ളവർക്ക് ഡേഞ്ചറാണ്. കാരണം എപ്പോഴെങ്കിലും നമ്മളൊരു എപ്പോഴെങ്കിലും പ്രഷർ കൂടി പോകുമ്പോൾ ഇതും കൂടെ വരുന്ന നമുക്ക് ഇങ്ങനത്തെ പ്രഷർ കൂടുതൽ നിൽക്കുമ്പോൾ ഒക്കെ ചെറിയ ആർട്ടറിയിലൊക്കെ ബ്രേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നാച്ചുറലി ആണെങ്കിൽ, സാധാരണ നിലയിലാണെങ്കിൽ നമ്മുടെ ഈ പ്ലേറ്റ്ലെറ്റ് പോയി രക്തം കട്ട പിടിപ്പിക്കുന്ന നമ്മുടെ ബ്ലഡിലെ സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അത് പോയി അവിടെ ഒരു പാച്ച് വർക്ക് ചെയ്ത് ആ ബ്ലീഡിങ്ങിനെ അങ്ങ് അടയ്ക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒന്ന് വീഴുവോ അല്ലെങ്കിൽ നമ്മുടെ തല എവിടെയെങ്കിലും ലൈറ്റായിട്ട് ഇടിച്ച് നമ്മൾ തന്നെ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഷെയ്ക്കിൽ നമ്മുടെ ബ്രെയിനകത്ത് വല്ലതും ചെറിയൊരു രക്തക്കുഴൽ ഓപ്പൺ അപ്പ് ചെയ്താൽ സാധാരണയാണെങ്കിൽ നമുക്ക് ബോഡിക്ക് അത് തന്നെ ഹീൽ ഓഫ് ചെയ്യും. പക്ഷെ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന, ബ്ലഡ് തിന്നേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അത് ഹീൽ ഓഫ്, അത് പാച്ച് ചെയ്യൂല, അത് ക്ലോസ്ഡ് ആവൂല. അപ്പൊ അവിടെ കണ്ടിന്യൂസ് ബ്ലീഡിങ് വന്ന് ചിലപ്പം ഡേഞ്ചറസ് നിലയിലേക്ക് പോകാം. പിന്നെ ചിലപ്പം അങ്ങനെ ചെറുതായിട്ട് നിന്നും നമുക്ക് ചെറിയ മൈനർ അറ്റാക്ക്, മൈനർ സ്ട്രോക്ക് വരാം, അല്ലെ മേജർ സ്ട്രോക്കിലേക്ക് പോകാം, അല്ലെ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രോബ്ലംസിലേക്ക് പോകാം. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ വല്ല പെയിൻ കില്ലേഴ്സും കൂടെ കഴിക്കുകയാണ്. പ്രഷറും ഉണ്ട്, അതിൻ്റെ കൂടെ ബ്ലഡ് തിന്നേഴ്സും എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമുക്കൊരു എന്തെങ്കിലും വേദന വന്ന് അതിന് ഈ വേദന സംഹാരി പോലെയുള്ള മരുന്നുകൂടെ കഴിച്ചാൽ അത് വീണ്ടും ബ്ലീഡിങ് കൂട്ടാനുള്ള പോസിബിലിറ്റി കൂട്ടും. അപ്പൊ അതും കൂടെ എല്ലാവരും മനസ്സിലാക്കണം. പ്രഷർ ഉള്ളവർ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുകയാണെങ്കിൽ അത് അവർ വളരെ കെയർ എടുക്കണം, പ്രത്യേകിച്ച് ഇഞ്ചുറി ഒന്നും വരാതിരിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞു പ്രഷറിന് മരുന്ന് കഴിക്കുന്നത് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പം പ്രഷറിന് മരുന്നില്ലാതെ പ്രഷറും പ്രോബ്ലമാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഷർ എന്ന് പറയുന്നത് അതൊരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന ഡീറെയിൽമെന്റ് കൊണ്ട്, അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വന്നിരിക്കുന്ന പ്രോബ്ലമാണ്. പ്രഷർ ആണെങ്കിലും ടെൻഷൻ ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും രണ്ടും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഡയറ്റ് തന്നെ ഉണ്ട്, ഡാഷ് ഡയറ്റ്. അത് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഡാഷ് ഡയറ്റ് എന്നാണ്. അതായത് ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. അതാണ്, സ്റ്റോപ്പാണ്, നോട്ട് ഈവൻ കൺട്രോൾ. അപ്പൊ അതിലെന്താ ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ നമ്മൾ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക. നമ്മൾക്ക് ശരിക്കും ഒരു ദിവസം ഒരു ഗ്രാം നമുക്ക് സോൾട്ട് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ, നമ്മൾ ഈ പാക്കറ്റഡ് ഫുഡും എല്ലാം കഴിക്കുമ്പം 5 ഗ്രാമും 10 ഗ്രാം വരെയാണ് പോകുന്നത്. ശരിക്കും മാക്സിമം ആകാവുന്നത് തന്നെ 2500 മില്ലിഗ്രാം ആണ് ഓൺ ആൻ ആവറേജ് ഫുഡിൽ മാക്സിമം വരാവുന്നത്. പക്ഷെ
നമ്മൾ ഡാഷ് ഡയറ്റിൽ പറയുന്ന 1500 താഴെ കൊണ്ടുവരിക എന്നുള്ളതാണ് സോഡിയത്തിന്റെ അളവ്. പിന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടുക, 4500 കൊണ്ടുവരിക. അതാണ് ഒരു ബേസിക് ഡാഷ് ഡയറ്റിൽ വരുന്നത്. അതുകൂടാതെ omega-3 അളവ് കൂട്ടുക, അതുപോലെ omega-9 കൂട്ടുക. omega-9 omega-6, അതായത് ഈ ഫിഷ് ഒക്കെ പോലെയുള്ളത് കഴിക്കുക. അതാണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് പറയില്ല, അവർ കൂടുതൽ ഒളിവ് ഓയിലാണല്ലോ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് omega-9 ആണുള്ളത്. അതേസമയത്ത് നമ്മൾ ഇവിടെ സൺഫ്ലവർ ഒക്കെ omega-6 ഒത്തിരി കൂടുതലാണ്. അപ്പൊ അത്തരം ഓയിൽ കൂടുന്നതും ഇതിന് ദോഷം ഉണ്ടാക്കും. പിന്നെ മഗ്നീഷ്യവും ഫൈബറും കൂടുതലായിരിക്കണം. മഗ്നീഷ്യവും ഫൈബറും കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ കഴിക്കണം. അതുപോലെ പൊട്ടാസ്യം കൂട്ടാനും ഇതാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പറയുന്ന ഫ്രൂട്ട്സും ലീഫി വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ കഴിക്കണം. അതൊരു ഹോൾ ഗ്രെയിൻ കഴിക്കണം, പയറുവർഗ്ഗങ്ങൾ കഴിക്കണം എന്നൊക്കെ പറയുന്നത് പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടാനും കൂടെയാണ്. യൂഷ്വലി പൊട്ടാസ്യം നമ്മളുടെ ഫുഡിൽ ധാരാളം ഉണ്ട്, ഈ മഗ്നീഷ്യവും ഫൈബറും ഒക്കെ ധാരാളം ഉണ്ട്. പക്ഷെ സോഡിയം ഇല്ല. സോഡിയം നമ്മൾ ആഡ് ചെയ്യുന്ന ജനറലി നമ്മളുടെ ഫുഡിലൊന്നും സോഡിയം വളരെ കുറവാണ്, നാച്ചുറലി ഉള്ള. ഇപ്പം ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എടുത്താൽ അതൊന്നും കാര്യമായിട്ട് സോഡിയം ഇല്ല. സോഡിയം നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അത് പക്ഷെ വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റി മതി. പിന്നെ നമ്മുടെ ഹോട്ട് ക്ലൈമറ്റിലാണ് ഇത് വ്യത്യാസം വരും. ഒത്തിരി വേർക്കൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ സോഡിയം കൂടുതൽ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വളരെ കുറച്ച് മതിയാവുന്നുള്ളത്. പിന്നെ വെയിറ്റ് റിഡക്ഷൻ, നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇപ്പൊ ലീൻ മാസ്, ഫാറ്റ് മാസ്, അതായത് ഫാറ്റിന്റെ മാസം ലീൻ അല്ലാത്ത മസിലും ബോണും ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളിലാണ് ഒരു 10 to 15% ഫാറ്റ് വരാവുള്ളൂ. ലേഡീസിലാണെങ്കിൽ ഒരു 15 to 25% ഫാറ്റ് വരാവുള്ളൂ. അത് കൂടുതൽ ഫാസ്റ്റ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ കൂടുതലുള്ളത് മിക്കവാറും മുഴുവനും omega-6 കൂടെ ആയിരിക്കും. അതും ഒരു റീസൺ ആണ് വരാൻ. അപ്പൊ നമ്മൾ പ്രഷർ ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക, ബേസിക് എക്സസൈസ് ചെയ്യുക. 2, വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അതായത് ധാന്യങ്ങള്, റൂട്ട്സ്, ഈ കിഴങ്ങ് വർഗ്ഗങ്ങള്, ഓയിൽ സീഡ്സ്, നട്ട്സ്, ഇതൊക്കെ കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റും കുറയ്ക്കണം, ഓയിലും കുറയ്ക്കണം. അതുപോലെ ഓയിൽ സീഡ്സും നട്ട്സും കുറയ്ക്കുക. പിന്നെ എന്താ കഴിക്കാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്കറികൾ കഴിക്കുക, അതിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിഷൻ ഉള്ളത്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ കഴിക്കുക. നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ലീൻ മീറ്റ്, അതായത് അധികം കൊഴുപ്പില്ലാത്ത മീറ്റ് മോഡറേറ്റ് ആയിട്ട് കഴിക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ബോഡിയുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, മസിൽ സ്ട്രോങ്ങർ ആക്കാനും നോക്കുക. ഇത്രയും വരുമ്പോൾ തന്നെ BP കൺട്രോൾഡ് ആയിക്കോളും. പിന്നെ ഒത്തിരി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പ്രഷറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, ഡയബറ്റീസും ഉണ്ട്, ഹാർട്ടിനും പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു എക്സ്പേർട്ട്, അതായത് ബേസിക്കലി ഈ ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി ഉള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുക. അപ്പൊ അതിലാകുമ്പോൾ നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു ഗൈഡൻസും കൂടെ കിട്ടും. സെൽഫ് ചെയ്യുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും വളരെ ഈ ഫുഡിന്റെ കാര്യങ്ങളും ഒന്നും അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും കൂടെ പറ്റിയില്ല എന്നിരിക്കും. അപ്പൊ സപ്പോർട്ട് ഉള്ളപ്പം നമ്മൾ എന്താണ് കഴിക്കുന്നത്, അപ്പം എന്ത് കഴിക്കുന്നു, അത് ഏതാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് മോർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, 1, ബ്ലഡ് പ്രഷർ കൂടുന്നു എന്നതിനർത്ഥം എല്ലാ ശരീരഭാഗങ്ങളിലും രക്തം എത്തിക്കാനായി ഹൃദയത്തിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നും, രക്തമൊഴുക്കിന്റെ ശക്തി കൂടുന്നതിനാൽ രക്തക്കുഴലുകൾക്ക് തേയ്മാനം കൂടുമെന്നുമാണ്. 2, ഹൈപ്പർ ടെൻഷൻ ഉള്ളപ്പോൾ ഹൃദയം കൂടുതൽ ശക്തിയിൽ രക്തം പമ്പ് ചെയ്യേണ്ടി വരും. ഇത് ഹൃദയത്തിന്റെ ഇടത്തെ അറയുടെ പേശികളുടെ കട്ടി കൂടി LVH അഥവാ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാക്കും. ഇങ്ങനെ LVH ഉള്ളവരിൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടുതലാണ്. 3, പ്രഷർ കുറച്ചു നിർത്താനായി മരുന്ന് കഴിക്കുമ്പോൾ കൃത്യസമയത്ത് കഴിച്ചില്ല എങ്കിൽ മരുന്നിന്റെ പ്രവർത്തന സമയം കഴിയുമ്പോൾ പ്രഷർ പെട്ടെന്ന് കൂടാനും അതുമൂലമുള്ള സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും ഒക്കെ സാധ്യത കൂടും. എന്നും ജീവിതകാലം മുഴുവൻ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക എന്നത് എത്ര ശ്രമിച്ചാലും സാധിക്കണമെന്നില്ല. 4, ഓർമ്മിക്കുക, പ്രഷറിന്റെ മരുന്ന് കഴിക്കുന്നവർ കൃത്യതയോടെ സമയത്ത് മരുന്ന് കഴിക്കാതിരുന്നാൽ പെട്ടെന്ന് പ്രഷർ കൂടി സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും ഉള്ള സാധ്യത വർദ്ധിക്കും. 5, അമിത രക്തസമ്മർദ്ദം ഉള്ളവർ ഹാർട്ട് അറ്റാക്ക് തടയാനായി ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലുള്ള ബ്ലഡ് തിന്നേഴ്സ് കഴിക്കേണ്ടി വന്നാൽ ബ്രെയിൻ രക്തസ്രാവം മൂലമുള്ള സ്ട്രോക്കിന്റെ സാധ്യത വർദ്ധിക്കും.
6. ജീവിതശൈലിയിലെ അപാകതകൾ, അതായത് പോഷകങ്ങളിലെ ഏറ്റക്കുറച്ചിലും വ്യായാമക്കുറവും ശരീരത്തിൽ അടിഞ്ഞ അമിത കൊഴുപ്പും ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ താളം തെറ്റലും ആണ് പ്രഷർ കൂടാൻ കാരണം. 7. ഓർമ്മിക്കുക, മരുന്നുകളുടെ കുറവ് കൊണ്ടല്ല പ്രഷർ കൂടുന്നത്. അതിനാൽ മരുന്ന് കഴിച്ച് പ്രഷർ മാറ്റാനാകില്ല. അത്യാവശ്യ ഘട്ടത്തിൽ പ്രഷർ നിയന്ത്രിക്കാൻ മരുന്നുകൾ ഉപയോഗിക്കുകയും അതിനുശേഷം ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കുകയും ചെയ്ത് പ്രഷറിൽ നിന്നും പ്രഷറിനായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോമസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ
എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസ് എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കറക്റ്റ് എല്ലാ ന്യൂട്രീഷനും പേഷ്യന്റിന് കിട്ടുന്നുള്ളത് കൊടുക്കുക. അതുപോലെ ജെന്റിൽ ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് നമ്മളുടെ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് ഒന്ന് രക്തയോട്ടം കൂട്ടി വേസ്റ്റ് കളയുക. അതുപോലെ കൂടുതൽ ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വിഷം പോലെയാണല്ലോ, എക്സസ് ഉള്ള എന്തും വിഷമാണല്ലോ, അത് കളയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു പേഷ്യന്റിന്റെ നമ്മൾ ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റന്റ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു ഗ്രൂപ്പാണ് കിഡ്നി പ്രോബ്ലംസ്. പ്രത്യേകിച്ച് കിഡ്നി ഫെയിലിയറിലേക്ക് പോയിരിക്കുന്ന പേഷ്യന്റിനാണ് ഏറ്റവും കൂടുതൽ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുള്ളത്. ഞാൻ അങ്ങനെയുള്ള ഒരു പേഷ്യന്റിന്റെ തന്നെ പറയാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പേഷ്യന്റ് ആണ്. ശരിക്കും ഡയബറ്റിസ് തുടങ്ങിയിട്ട് 31 വർഷമായി, ഹൈപ്പർ ടെൻഷൻ 22 വർഷമായിട്ടുണ്ട്, ഹാർട്ടിന് വേണ്ടിയിട്ട് ഹാർട്ട് പേഷ്യന്റ് ആണ്, 12 വർഷമായിട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ട്. 2021 അദ്ദേഹത്തിന് റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കംപ്ലീറ്റ് റീനൽ ഫെയിലിയർ വന്നു. 12 വർഷത്തെ അറിഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ റീനൽ ഫെയിലിയർ വന്ന് റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആദ്യം ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അത് റിജക്റ്റഡ് ആയി, പിന്നെ ഒന്നും കൂടെ ചെയ്യേണ്ടി വന്നു. അത് 2021. പിന്നെ 2000-ലും 2020-ലും ആക്ച്വലി 2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ 2 ആൻജിയോപ്ലാസ്റ്റി ഓരോ പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പം ഓൾറെഡി കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആൾക്ക് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യുമല്ലോ, ആ ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴേക്കും റീനൽ ഫംഗ്ഷൻ പിന്നെയും പോകും. അതുകൊണ്ടായിരിക്കണം 2000-ലും ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, 2020-ൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, 2021 ആയപ്പോഴേക്കും റീനൽ ട്രാൻസ്പ്ലാന്റും ചെയ്യേണ്ടി വന്നു. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്മൾ നോക്കുമ്പോൾ തുടങ്ങുമ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ കുറെ മരുന്നുകളുണ്ട്. 18 തരം. ശരിക്കും കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർക്ക് മരുന്നുകൾ അധികം കഴിക്കാൻ പറ്റുമ്പോൾ വീണ്ടും സ്ട്രെസ് ആണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്മൾ കുറച്ചൊരു ഓവർ വെയിറ്റും ആണ്. അദ്ദേഹത്തിന് 174 സെന്റിമീറ്റർ ഹൈറ്റും ഒത്തിരി കൂടുതലില്ല, പക്ഷെ 73 വെയിറ്റ്. ഇദ്ദേഹത്തിന് പല ഇതൊക്കെ കുറെ മരുന്നുകളാണ് ഡയബറ്റീസിന്. ഇപ്പൊ റീനൽ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടൊരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ റിജക്ഷന് വേണ്ടിയിട്ടൊരു 4 ഗുളിക തരം കഴിക്കുന്നുണ്ട്. അതുകൂടാതെ മൊത്തം 18 ഗുളികകളാണ്. അത് ഇദ്ദേഹത്തിന് എടുക്കുന്നില്ലാത്ത ഗുളികകൾ എന്ന് പറഞ്ഞാൽ പ്രഷറിന് വേണ്ടിയിട്ട് നെബികാർഡ് 2 നേരം, അർക്കമിൻ 2 നേരം, നിക്കാഡിയ 2 നേരം, പിന്നെ ഒരു സെപ്ട്രാൻ എന്ന് പറഞ്ഞൊരു ആന്റിബയോട്ടിക്കും കഴിക്കുന്നുണ്ട്. അതില് എന്തോ ഇടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ കണ്ടു എന്നും പറഞ്ഞാണ് ഈ ആന്റിബയോട്ടിക് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കാലങ്ങളായിട്ട്. പിന്നെ എക്കോസ്പിരിൻ ഉണ്ട്, റോസുവാസ്റ്റാറ്റിൻ ഉണ്ട്, പിന്നെ ഡെപ്പാഗ്ലിഫ്ലോസിൻ അത് ഡയബറ്റീസിന് വേണ്ടിയതാണ്, മെറ്റ്ഫോമിൻ ഉണ്ട്, സിറ്റാഡോപ്റ്റിൻ ഉണ്ട്, 3 തരം മരുന്ന്, പിന്നെ ഗ്ലൈമിപ്രൈഡ് ഉണ്ട്, 4 തരം ഗുളികകൾ തന്നെയുണ്ട് ഡയബറ്റീസിന് കഴിക്കുന്നത്. അതുകൂടാതെ ഇൻസുലിൻ അസ്പാർട്ടുണ്ട്, 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ആൽഫുസൂസിൻ അത് ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട്, മൂത്ര തടസ്സത്തിന് വേണ്ടിയിട്ട് ആൽഫു ഉണ്ട്, ഡ്യൂട്രാസ്ട്രൈഡ് എന്ന് പറഞ്ഞ് അതും പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ 2 തരം മരുന്ന് പ്രോസ്റ്റേറ്റിനുണ്ട്. പിന്നെ ഇവാബ്രാൻഡ് അത് അഞ്ചൈനയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പം വീണ്ടും ഹാർട്ടിന് പ്രോബ്ലംസും ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഇവാബ്രാൻഡും റെനോസും കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രിലിൻഡ എന്ന് പറഞ്ഞ് വേറൊരു ബ്ലഡ് തിന്നറും കൂടെ 2 ആഴ്ചയായിട്ട് അതും കഴിക്കുന്നുണ്ട്. ഇത്ര 19 തരം ഗുളികകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സോ മെനി മെഡിസിൻസ് കഴിക്കുന്ന ഇദ്ദേഹത്തിന്റെ എങ്ങനെയുള്ള ആണ് നമുക്ക് നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷനോട് എന്ത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമുക്ക് നോക്കാം.
ഇത്രയുമൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് BP 140/90 ഉണ്ട്. നോക്കുമ്പോൾ കുറെ മരുന്നുകളുണ്ടല്ലോ. അതിൽ ഈ BP മറ്റേ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ഈ വാബ്രാൻഡും ഡ്രസ്സും ഒക്കെ BP കുറയ്ക്കുന്ന മരുന്നുകളാണ്. അപ്പൊ അതുകൂടാതെ ഒരു 4 BP മരുന്നുകളും കഴിക്കുന്നതാണ്. ഇപ്പം ക്ലിനിക്കലി സപ്പോർട്ടഡ് എസ്റ്റോസ് കറക്ഷനിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ ഡയബറ്റീസ് നോക്കും. ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. C-പെപ്റ്റൈഡ് നോർമലാണ്. അപ്പം ഡയബറ്റീസിന്റെ എല്ലാ മരുന്നും നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താം. പിന്നെ ലോ കാർബ് ഡയറ്റ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ഇല്ലാതെ തന്നെ നമുക്ക് നിർത്താവുന്നേ ഉള്ളൂ. അപ്പം ഇദ്ദേഹത്തിന്റെ GFR ശരിക്കും ഇപ്പോഴും കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ യൂറിനിലൂടെ മൈക്രോ ആൽബുമിനൂറിയ ഉണ്ട്. GFR 46 ഉള്ളൂ. അപ്പം ഇപ്പൊ 2 പ്രാവശ്യം റിനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളാണ്. ഇപ്പം വീണ്ടും grade 3 റീനൽ ഫെയിലിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഫാറ്റി ലിവറിന്റെയും അങ്ങനെ ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്, ഇൻസുലിൻ ലെവൽ കൂടുതലാണ്. അപ്പൊ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ് ശരിക്കും. ഇതിൽ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി ഡയബറ്റീസിന്റെ മരുന്ന് ഫസ്റ്റ് ഡേ തന്നെ നിർത്തി. ഇപ്പം ബേസിക്കലി തുടങ്ങുമ്പോൾ നമ്മൾ 31 തരം മരുന്ന് 33 ടാബ്ലറ്റും അല്ലെങ്കിൽ ഇഞ്ചക്ഷനും ആയിട്ട് വരുന്നത്. 8ാമത്തെ ദിവസമായപ്പോഴേക്ക് അത് നമുക്ക് 18ലേക്ക് കുറയ്ക്കാൻ പറ്റിയെന്നുള്ളതാണ്. നെക്സ്റ്റ് വിതിൻ 30 ഡേയ്സ് ആയപ്പോഴേക്കും ഇദ്ദേഹം കഴിക്കുന്ന ഈ 4 തരം ടാബ്ലറ്റ് ഉണ്ട് ഈ റിജക്ഷൻ വരാതിരിക്കാൻ. അതായത് റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന്റെ റിജക്ഷൻ. അതിന് വൈസലോണ്, ബിസോ മെക്കോഫെനലേറ്റ്, ടാക്രോലിമസ്, ഈ 3 മരുന്നും അതുപോലെ അതുകൊണ്ട് വരുന്ന വയറിന് അസ്വസ്ഥത വരാതിരിക്കാനായിട്ട് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന എസോമെപ്രസോൾ എന്ന് പറഞ്ഞ ഒരു ഗുളിക കഴിച്ച് ബാക്കി എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റി എന്നുള്ളതാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ BP ഒക്കെ വിതിൻ ഈ മരുന്നുകൾ പതുക്കെ ഗ്രാജുവലി ആണ് കുറച്ചുകൊണ്ട് വരുന്നത്. അപ്പം BP ഒക്കെ 120/80 ആ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ഈവൻ ചിലപ്പം BP കുറഞ്ഞു പോവുകയാണ്. 130/60, അതായത് ഡയസ്റ്റോളിക് BP കുറഞ്ഞു വരുന്നുണ്ട്. അത് മരുന്നൊന്നും ഇല്ലാതാണെന്ന് ഓർക്കണം. ഈ കിഡ്നിയുടേതാണെങ്കിൽ പോലും നമ്മൾ തുടങ്ങുമ്പോൾ GFR 46 ഉണ്ടായിരുന്നത് 15th ഡേ ആയപ്പോഴേക്കും അത് 65ലേക്ക് വന്നു. ആൻഡ് 60 ഡേയ്സ് വന്നപ്പോഴേക്കും GFR 80ലേക്ക് വന്നു. അത്ര ഫാസ്റ്റ് ആയിട്ട് ഈവൻ GFR പോലും കൂടി. ഈവൻ ഇൻസുലിൻ ലെവലും അദ്ദേഹത്തിന് ആദ്യം തുടങ്ങുമ്പോൾ കൂടുതലായിരുന്നു. അത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു 9 months ആയപ്പോഴേക്കും വന്ന് നോക്കുമ്പോഴേക്കും ഇൻസുലിൻ ലെവലൊക്കെ ശരിക്കും പറഞ്ഞ ലോ ആണ്, വെരി നോർമലാണ്. ഇൻസുലിൻ ലെവലും ബ്ലഡ് ഷുഗറും എല്ലാം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ടെന്നില്ല. പക്ഷെ പേഷ്യന്റും വളരെ കറക്റ്റായിട്ട് നോക്കുന്ന കൂട്ടത്തിലാണ്. എല്ലാം ഒരു വെയിറ്റ് ആണെങ്കിൽ ഒരു 65ലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്യാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് വല്ലതും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുമ്പോൾ മാത്രം കുറച്ച് ചിലപ്പോൾ ഷുഗർ കൂടി പോകുന്നുണ്ട്. അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും GFR ഒക്കെ ശരിക്കും മിക്കവാറും 90ക്ക് മുകളിൽ തന്നെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഡയറ്റ് നമ്മൾ നോക്കാൻ വില്ലിങ് ആണെങ്കിൽ ഇത്രയധികം പ്രോബ്ലം ഉള്ള ഒരാൾക്ക് പോലും എല്ലാ മരുന്നിൽ നിന്നും മാറാൻ പറ്റുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്ക് നിർത്താൻ പറ്റാത്ത മരുന്ന് ഇത് മാത്രമേ ഉള്ളൂ. ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റിന് ഇട്ടിരിക്കുന്ന മരുന്നുകൾ നിർത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പേസ് മേക്കർ ഒക്കെ പോലുള്ളത് വെച്ചിട്ട് ഹാർട്ടിൽ എന്തെങ്കിലും ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ബ്ലഡ് തിന്നേഴ്സ് നിർത്താൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ നമ്മൾ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടോ അതെല്ലാം കറക്റ്റ് ചെയ്യണമെന്നുള്ളതും നമ്മുടെ ബോഡി കറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇതിനകത്ത് വേണ്ടത്. ഒരു പേഷ്യന്റിന്റെയും കൂടെ പറയാം. ഇദ്ദേഹം ചെറുപ്പക്കാരനാണ്, 32 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ 176 സെന്റിമീറ്റർ ഹൈറ്റും 63 കിലോ ആണ് തൂക്കം. ഓവർ വെയിറ്റ് ഒന്നുമില്ല. 1 ഇയർ ബാക്കാണ് ഇദ്ദേഹത്തിന്റെ BP കൂടുതലായപ്പോ കണ്ടപ്പം കിഡ്നി ഫംഗ്ഷൻ നോക്കിയപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണ്. അപ്പോഴാണ് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിയുന്നത്. കിഡ്നി ബയോപ്സി ചെയ്തു. അതിനകത്ത് ഗ്ലോമറുലാർ സ്ക്ലീറോസിസ് ആണ് കാണിക്കുന്നത്. അതായത് ഒരു CKD-യുടെ ലക്ഷണമാണ്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാ. BP ഉണ്ട്. ഈവൻ BPക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും 150/100 ആണ് BP നിൽക്കുന്നത്.
അപ്പം ഇതാണ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇഗ്നോർ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ഈ ക്രിയാറ്റിനൊക്കെ കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇദ്ദേഹം വന്ന് നമ്മൾ 1 വർഷമായിട്ടുള്ളൂ. അപ്പം തന്നെ ആദ്യം ശരിക്കും തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ 2.6 ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫ്യൂ മന്ത്സ് മുമ്പ് തന്നെ ഒരു 2.6 ഉണ്ട്. അത് കഴിയുമ്പോൾ റീസെന്റ് നോക്കിയപ്പോൾ 3.1 ക്രിയാറ്റിൻ ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹം വരാൻ കാരണം. അതില് നമ്മള് നോക്കുമ്പം ബേസിക്കലി ഇങ്ങനെയുള്ള പേഷ്യൻസ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്ന, കാരണം വേറൊന്നും ഇല്ല. അപ്പം അദ്ദേഹം എന്തോ റീസൺ കൊണ്ട് കിഡ്നി ഡാമേജ് ആവുന്നു. കൊച്ചു വളരെ ചെറുപ്പക്കാരനുമാണല്ലോ. അപ്പൊ ഇത് ഓൾറെഡി ഡാമേജ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളതിൽ നമുക്ക് ചെയ്യാവുന്ന നമ്മൾ എന്തൊക്കെയാണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള എക്സസ് കൊഴുപ്പ് കളഞ്ഞ് നമ്മളൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൊണ്ട് വന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് പഴയ ലെവലില് ഉള്ള ലെവലിൽ നമുക്ക് കിഡ്നിയുടെ ഫങ്ഷൻ ഇനിയും ഡാമേജ് ചെയ്യാതെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്മൾ ടെസ്റ്റുകൾ നോക്കി മൈക്രോ ആൽബുമിനൊക്കെ ഒത്തിരി കൂടുതലാണ്. 1561 ഉണ്ടായിരുന്നു. അതുപോലെ GFR 21 അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അത്രയും കുറഞ്ഞ് വന്നിരുന്നത് നമ്മൾ പതുക്കെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയെന്നുള്ള. പിന്നെ അതുപോലെ നമ്മൾ ഒരു കാര്യം അദ്ദേഹത്തിന്റെ നമ്മൾ നോട്ട് ചെയ്ത് അദ്ദേഹത്തിന് പല ഫുഡ് ഐറ്റംസ് നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻക്ലൂഡിങ് റൈസിനോട് റിയാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. റൈസ്, നമ്മൾ സലാഡിൽ ഉപയോഗിക്കുന്ന കുക്കുംബർ, എഗ്, മിൽക്ക്, അങ്ങനെ സോ മെനി ഐറ്റംസ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം നമ്മൾ നമ്മളിങ്ങനെ ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം ഈ 21 GFR നിന്നിരുന്നത് വിതിൻ 30 days അത് കൂട്ടി 34 കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. 30 ദിവസമായപ്പോഴേക്കും അത് 34 വന്നു. അപ്പം ഇനി അത് എത്ര, അതായത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ട് 34 എന്ന് പറഞ്ഞാൽ പിന്നെ റീനൽ ഫെയിലിയർ ലെവൽ 3 ആണ്. 4ൽ നിന്ന് 3 കൊണ്ടുവരാം. പക്ഷെ 3ൽ നിന്ന് 2 കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈ കാര്യത്തിൽ നമുക്ക് പറയാം. അത് വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ 2ൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു കാര്യം വിട്ടുപോയി, അദ്ദേഹത്തിന്റെ മരുന്നിന്റെ കാര്യം. അദ്ദേഹം 2 തരം BP വേണ്ടിയിട്ട് 2 തരം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് BP കൺട്രോൾഡ് ആയിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡുലേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മരുന്നുകൾ പതുക്കെ കുറച്ചുകൊണ്ട് വന്ന് നിർത്താനും BP നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നുള്ളതാണ്. ഒരു 130/90 കംപ്ലീറ്റ്ലി പക്ക നോർമൽ 120/80 കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു 130/90 130/80 ആ റേഞ്ചിൽ മരുന്നില്ലാതെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ അത് 2 മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും BP 160-100 ആ റേഞ്ചിലേക്ക് പോകുമായിരുന്നു. അതിലും മച്ച് ബെറ്റർ കൺട്രോൾ മരുന്നില്ലാതെ തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അടുത്ത പേഷ്യന്റ്, ഇദ്ദേഹം 72 വയസ്സുണ്ട്, 168 സെന്റിമീറ്റർ, 63 കിലോ തൂക്കം. ഓവർ വെയിറ്റ് ഒത്തിരി ഇല്ല, ചെറുതായിട്ടേ ഉള്ളൂ. ഓവർ വെയിറ്റ് ഇല്ല ശരിക്കും. അദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ പ്രഷർ തുടങ്ങിയിട്ട് 20 വർഷമായി. പിന്നെ ഹാർട്ടിന് സ്റ്റെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. 2014 സ്റ്റെന്റ് ഇട്ടു. പിന്നെ ഇപ്പം ഒരു 5 വർഷമായിട്ട് കിഡ്നി പ്രശ്നം നോട്ട് ചെയ്തു. അപ്പൊ അതിനും കൂടെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്നാലും ഈ ഇത്രയൊക്കെ പല മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് 170-90 ഒക്കെയാണ് BP കാണിക്കുന്നത്. കുറെ മരുന്നുകളുണ്ട്. വേറെ ഡയബറ്റീസ് ഒന്നുമില്ല. ഡയബറ്റീസ് ഇല്ലാന്ന് ഒരു പ്രീ ഡയബറ്റിക്, നമ്മൾ ഡയബറ്റിക് നോൺ ഡയബറ്റിക് അല്ല. നമ്മൾ ഇവിടെ നോക്കിയപ്പം HbA1c ഒരു 5.9, ജസ്റ്റ് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. മൈക്രോ ആൽബുമിൻ കൂടുതലാണ്, GFR കുറവാണ്, 19 ഉള്ളൂ GFR. പിന്നെ അർക്കമിൻ 3 നേരം കഴിക്കുന്നുണ്ട്, മിനിപ്രസ് 2 നേരമുണ്ട്, സിലാക്കാർ 1 നേരം, CTD എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ്, അതും ക്ലോർതയസ് ടാബ്ലറ്റ്, അത് ഒരു BPക്കുള്ള മരുന്നാണ്. പിന്നെ ഇതെല്ലാം ഇപ്പൊ 4 തരം മരുന്ന് BPക്ക് തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു സുബയോസിസ് എന്നുള്ള സോഡിയം ബൈകാർബണേറ്റ്, അത് കിഡ്നിക്ക് വേണ്ടിയിട്ടാണ്. അറ്റോവാസ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ട്, ലാമിനോ, നെഫ്രോസോൺ, പിന്നെ വേറെ കുറച്ച് മരുന്നുകളും, പിന്നെ ക്ലോപ്പിഡോഗ്രൽ, അങ്ങനെ മൾട്ടിപ്പിൾ മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇദ്ദേഹത്തിന്റെ ആണെങ്കിൽ നമ്മൾ ഇത് ഒരു റീനൽ ഇതൊക്കെയാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ശരിക്കും കിഡ്നിക്ക് പ്രോബ്ലം ഇല്ലാത്തവരുടെ നമുക്ക് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ്. അല്ലാത്തതിൽ എന്താ കിഡ്നിക്ക് പ്രോബ്ലം വന്ന് GFR കുറഞ്ഞു പോയി, പ്രത്യേകിച്ചൊരു GFR 60ക്ക് താഴെയായ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടാസ്യം പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ റിപ്പയർ പോസിബിലിറ്റി കിട്ടുന്നത്. പക്ഷെ കിഡ്നി ഡാമേജ് ആയിട്ടുള്ളവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫുൾ ന്യൂട്രീഷൻ, പ്രത്യേകിച്ചും പ്രോട്ടീനും കുറയ്ക്കേണ്ടി വരും, പൊട്ടാസ്യം കുറയ്ക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് BP കൺട്രോളിന്. അതാണ് അതിലകത്ത്. അപ്പം പൊട്ടാസ്യം സോഡിയം എന്നാലും ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് മരുന്നില്ലാതെ തന്നെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ്. ഇദ്ദേഹത്തിൻ്റെതാണെങ്കിലും ആക്ച്വലി ഇദ്ദേഹത്തിന്റെ പക്ക ഒരു കൺട്രോൾ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ആക്ച്വലി തുടങ്ങുമ്പം അത് 16 ഡോസ് മരുന്നുണ്ടായിരുന്നത് 8ാം ദിവസം ആയപ്പോഴേക്കും 10 ഇതിലേക്ക് കുറഞ്ഞു, 15ാം ദിവസം ആയപ്പോഴേക്കും 4 ആയി, 30ാം ദിവസം ആയപ്പോഴേക്കും ആകെ ഒരു മരുന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എപ്പോഴെങ്കിലും പ്രഷർ കൂടുവാണെങ്കിൽ മാത്രം എന്നുള്ള ഒരു നിലയിലേക്ക്, അതായത് എന്തെങ്കിലും സ്ട്രെസ് ലെവലൊക്കെ കൂടുമ്പം വരാം. ഇത്രയും പ്രായമുള്ള ആളാണ്, അപ്പൊ അതുകൊണ്ട് ഇവിടെ ആവശ്യത്തിന് സ്ട്രെസ്സിനുള്ള സിറ്റുവേഷൻസ് വീട്ടിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ട്രെസ് ലെവൽ കൂടുന്ന സമയത്ത് മാത്രം പ്രഷറിന് മരുന്നെടുക്കും. അല്ലെങ്കിൽ റീസണബിളി കൺട്രോൾ ആയിട്ട് BP 140/70 അതാണ്. ഇപ്പം പലപ്പോഴും അതാണ് പ്രായമായവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമായവരുടെ BP പ്രത്യേകിച്ച് സിസ്റ്റോളിക് BP കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പം റീഡിങ് എടുക്കുമ്പോൾ തന്നെ സ്യൂഡോ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഒത്തിരി പ്രായമായവരുടെ രക്തക്കൊഴലുകൾ ഇങ്ങനെ കട്ടി കൂടി വന്നിട്ടിരിക്കുകയായിരിക്കും. അപ്പം ശരിക്കും അത് നമ്മൾ ഈ കഫ് വെട്ടുമ്പോൾ അത് പതുങ്ങണമല്ലോ, അതൊന്ന് ഇത് ചെയ്യണം. അത് അങ്ങനെ അതിനെ ഒരു പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓവർ പ്രഷർ കാണിക്കാനുള്ളത് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, പ്രത്യേകിച്ച് പ്രായമായവരിൽ സ്യൂഡോ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പിന്നെ വേറൊരു ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കോളർ ഹൈപ്പർ ടെൻഷൻ. നമ്മൾ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ നഴ്സസിനെ കാണുമ്പം പ്രഷർ കൂടും. അപ്പൊ ഇതും കൂടെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ആകുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇപ്പൊ 3-4 മരുന്ന് കഴിച്ചാലും പ്രഷർ ചിലർക്ക് കൺട്രോൾ ആകില്ല. അങ്ങനെയുള്ളവർക്ക് സ്യൂഡോ ഹൈപ്പർ ടെൻഷൻ ആവാം. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 4-5 മരുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ഒന്നെങ്കിൽ ഡ്രഗ് ഇന്ററാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് പ്രായമുള്ളവരിലായിരിക്കും, ആണെങ്കിൽ സ്യൂഡോ ഹൈപ്പർ ടെൻഷനും ആകാം. അപ്പൊ നമ്മൾ ഈ പേഷ്യൻസിന്റെ ഒക്കെ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ചില ഭക്ഷണമായിട്ട് ഇതിന് വളരെയധികം റിലേറ്റഡുമാണ്. അപ്പൊ അതുകൊണ്ട് സ്വയം കൺട്രോൾ ചെയ്ത് നമുക്ക് ഒരു പ്രൈമറിലി നോക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഏറ്റവും പ്രധാനം നമ്മൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോകാതെ നോക്കാം. ഇപ്പൊ ക്ലിനിക്കലി സപ്പോർട്ടഡ് കൂടി നമ്മൾ കുറയ്ക്കണമെങ്കിലും നമുക്ക് എല്ലാം ന്യൂട്രീഷനും, അതിന്റെ ബേസ് തന്നെ ന്യൂട്രീഷനും എക്സസൈസുമാണ്. അപ്പൊ അതിനുള്ള ഒരു ശേഷി ഉണ്ടാവണം. അപ്പൊ നമ്മള് കിഡ്നി ഫംഗ്ഷൻ ഒക്കെ കുറഞ്ഞു, GFR 60, കുഴപ്പമില്ല, എനിക്ക് മറ്റു കുഴപ്പമൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടി ഒരു 1.2 അല്ലെങ്കിൽ 1.4 അല്ലെങ്കിൽ 1.7 ഉള്ളൂ, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം GFR കുറഞ്ഞു വരുന്നതനുസരിച്ച് കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഫുൾ ന്യൂട്രീഷൻ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ റിപ്പയർ പോസിബിലിറ്റി കുറയും. എന്നാൽ പോലും നമ്മൾ ഈ പേഷ്യൻസിനൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇപ്പം ആദ്യം പറഞ്ഞ പേഷ്യന്റ് 30ക്ക് മുകളിലാണെങ്കിൽ തന്നെ റീസണബിളി ഈസിയാണ്. അതൊക്കെ നമുക്ക് 30ക്ക് മുകളിലുള്ള ആളെ, ക്രിയാറ്റിനുള്ള ആളെ, അതായത് ലെവൽ 3 റീനൽ ഫെയിലിയറിനെ നമ്മൾ ഈസി ആയിട്ട് ലെവൽ 2ലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വരാം. പക്ഷെ ഒന്നല്ല, ചിലപ്പോൾ 2 സ്റ്റെപ്പിലൊക്കെ ആണെങ്കിൽ പറ്റിയെന്നിരിക്കും. അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നോർമലിലേക്ക് കൊണ്ടുവരാം. അപ്പൊ താഴോട്ട് പോകാതെ തുടക്കം തന്നെ ലെവൽ 1 റീനൽ ഫെയിലിയർ, അതായത് GFR 90ക്കും 60ക്കും ഇടയിൽ വെച്ച് തന്നെ നമ്മൾ 90ക്ക് താഴെ ആകുമ്പോൾ തന്നെ സീരിയസ് ആകുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. പിന്നെ ക്ലിനിക്കലി സപ്പോർട്ട് ഇങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ബേസിക്കലി നമ്മൾ ഒരു രോഗം വന്നല്ല, എല്ലാ രോഗത്തിനും എല്ലാ മരുന്നും, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ കൊളസ്ട്രോളോ ആർത്രൈറ്റിസോ ഏതുണ്ടെങ്കിലും ഇതിനൊപ്പം തന്നെ എല്ലാത്തിനും ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ഈ മരുന്ന് കഴിച്ച് മരുന്ന് കഴിക്കുമ്പോൾ വീണ്ടും കിഡ്നിക്കും ലിവറിനും ഒക്കെ ഡാമേജ് ആണല്ലോ വരുന്നത്.
അപ്പൊ അത് അപ്പം ആകെ ഒറ്റ ഒരിതേ ഉള്ളൂ, നമുക്കതിനുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനുള്ള ആ ചലഞ്ച് എടുക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിന്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലേ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാ രീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാ രീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിന്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.